പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി ഡോക്ടറെ കാണാനുള്ള OP ടിക്കറ്റിനായി രോഗികളുടെ ദുരിതപരമായ കാത്തിരിപ്പ്. ഒരു കാർഡിയോളജി ഡോക്ടർ മാത്രമുള്ള ജില്ലാ ആശുപത്രിയിൽ ആഴ്ചയിൽ 2 OP മാത്രമാണുള്ളത്. ഈ ദിവസങ്ങളിൽ OP ടിക്കറ്റ് കിട്ടാനാണ് രോഗികളായവർ ഉൾപ്പെടെ രാത്രി മുതൽ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നത്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, വല്ലാത്ത ഒരു കഷ്ടം തന്നെയാണ്. രോഗികളടക്കമുള്ളവർക്ക് ഇങ്ങനെ ഉറക്കമിളച്ച് കാത്തിരിക്കേണ്ടി വരുന്ന സ്ഥിതി. എന്താണ് അധികൃതർ നമ്മളോട് നൽകുന്ന വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിൽ 2 തസ്തികകളാണ് ഉള്ളത്. ഒന്ന് ചീഫ് കൺസൾട്ടന്റും മറ്റൊന്ന് കൺസൾട്ടന്റുമാണ്. ഈ 2 തസ്തികയിലുള്ള ആളുകളും ഇപ്പോൾ ഒരാൾ തിരുവനന്തപുരത്തേക്ക്, ചീഫ് കൺസൾട്ടന്റ് തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കൺസൾട്ടന്റ് എറണാകുളത്തുമാണ് വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായി ജോലി ചെയ്യുന്നത്. പകരം അസിസ്റ്റന്റ് സർജൻ തസ്തികയിൽ ഒരാൾ മാത്രമാണുള്ളത്. ഇദ്ദേഹത്തിനാണ് OPയുടെയും അതോടൊപ്പം തന്നെ മറ്റ് പ്രൊസീജിയർ എല്ലാം തന്നെ ചെയ്യേണ്ടതിന്റെയും ചുമതല. അതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം, തിങ്കളും വ്യാഴവും മാത്രമാണ് OP ഉണ്ടാകുക. ഒരു ദിവസം 80 പേർക്കാണ് OP ടിക്കറ്റ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് ആളുകൾ ചികിത്സ തേടി എത്തുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചെ അവിടെ പുലർച്ചെ 2 മണി മുതൽ തന്നെ ഈ OP ടിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി ഈ കൗണ്ടറിന് മുമ്പിൽ കാത്തു നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. മണ്ണാർക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇന്നലെ രാത്രി തന്നെ വന്ന് ഇവിടെ ആശുപത്രിക്ക് മുമ്പിൽ നിൽക്കുന്ന ആളുകളെ കണ്ടു. അപ്പോൾ ഇവരെല്ലാം തന്നെ പറയുന്നത് ആകെ 80 പേരാണുള്ളത്. ഓൺലൈനിൽ 40 പേർക്ക് ബുക്ക് ചെയ്യും, പിന്നീട് 40 പേരാണ് ഉണ്ടാവുക. പലപ്പോഴും ഇങ്ങനെ നേരത്തെ വന്നില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടാതെ പിന്നീട് അടുത്ത ആഴ്ചത്തേക്ക്, അതായത് വ്യാഴാഴ്ച OP ടിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ പിന്നെ തിങ്കളാഴ്ചയാണ് അടുത്ത OP ഉള്ളത്. അപ്പൊ അതുവരെ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയാണ് ആളുകൾ രാത്രി ഉറക്കമൊഴിച്ച് ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്നത്. അവിടെ OPയുടെ എണ്ണം വർദ്ധിപ്പിക്കുക, മറ്റൊന്ന് ഒരു ഡോക്ടർ മാത്രമാണ് ഇവിടെ ഉള്ളത്. കൂടുതൽ ഡോക്ടർമാരെ, കാർഡിയോളജി വിഭാഗത്തിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം. അത് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു കാർഡിയോളജി വിഭാഗത്തിൽ കൂടുതൽ ഡോക്ടർമാരെ ജില്ലാ ആശുപത്രിയിൽ നിയോഗിക്കണം എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. അതല്ല എങ്കിൽ ഇത്തരത്തിൽ രോഗികളായ ആളുകൾ ഉൾപ്പെടെയാണ് ഇങ്ങനെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കേണ്ടി വരുന്നത്. അതൊരു വലിയ ദുരിതം തന്നെയാണ്. തീർച്ചയായും ആരോഗ്യ വകുപ്പ് കണ്ണു തുറന്ന് കാണേണ്ട, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണ് നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. രോഗികളായ ആളുകളടക്കമാണ് ഇങ്ങനെ OP ടിക്കറ്റ് കിട്ടാനായിട്ട് ഉറക്കമിളച്ച് കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് അത്യന്തം സങ്കടകരമായ കാര്യമാണ്. അതിൽ അടിയന്തരമായി ഒരു നടപടി ഉണ്ടായേ തീരൂ. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.